നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ LDFിനുള്ള ജനപിന്തുണയും മേൽക്കൈയും കണ്ട് പരിഭ്രാന്തരായ UDFും NDAയും യഥാർത്ഥ ചർച്ചാ വിഷയങ്ങളെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാനത്തെ പൗരന്മാർ പ്രധാനമായും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നാട് കൈവരിച്ച നേട്ടങ്ങളും പുരോഗതിയും സാമൂഹ്യ മുന്നേറ്റങ്ങളും തന്നെയാണെന്ന് എല്ലാ സംവാദങ്ങളിലൂടെയും വ്യക്തമാണ്. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങളും അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രചാരണ വിഷയമാക്കുന്നതെന്നതിലൂടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. തങ്ങളുടെ മുൻകൈയിലാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുന്നതിന് സാധിച്ചതെന്ന് സ്ഥാപിക്കുന്നതിനാണ് അവരുടെ ശ്രമം എന്നത് സ്വാഭാവികം. പക്ഷേ 10 വർഷമായി സംസ്ഥാന ഭരണം നടത്തുന്ന LDF സർക്കാരാണ് അതിന്റെ യഥാർത്ഥ അവകാശികളെന്ന് ജനം തിരിച്ചറിയുന്നത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. LDF ആകട്ടെ 140 മണ്ഡലങ്ങളിലും തങ്ങളുടെ തുടർഭരണം നടന്ന 10 വർഷവും അതിനു മുൻപ് അധികാരം കൈയാളിയ വിവിധ കാലയളവുകളിലും നടപ്പിലാക്കിയ നിയമനിർമ്മാണങ്ങളും വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ചർച്ചാ വിഷയമാക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും മതവിദ്വേഷം പരത്താനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും അവഗണന നിറഞ്ഞതുമായ സമീപനങ്ങളും ഉന്നയിക്കുന്നു. ഇവയെല്ലാം ജനസമ്മതി LDFന് അനുകൂലമാക്കുന്നുവെന്ന തിരിച്ചറിവിൽ നിന്ന് മുന്നണിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിനാണ് LDFും NDAയും ശ്രമിക്കുന്നത്. NDA ആവട്ടെ പതിവ് പോലെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനുള്ള വിഷയങ്ങളും പ്രചരണത്തിൽ കൊണ്ടുവരുന്നുണ്ട്. തങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുന്ന കറുത്ത പാടുകൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിനു പുറമെ ഇതുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത കുറ്റങ്ങളും വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യത്തോടെ വർഗീയ സംഘടനകളുമായി നേരിട്ട് സഖ്യമുണ്ടാക്കുകയും NDA സ്ഥാനാർത്ഥികൾക്ക് വഴിയൊരുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണവർ. വർഗീയ സംഘടനകളുമായി തൊട്ടുകൂടായ്മയില്ലെന്ന് പരസ്യമായി സമ്മതിക്കുന്നതിനും UDF മടിക്കുന്നില്ല. ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും പ്രയോഗിച്ച കുതന്ത്രങ്ങൾ ഇത്തവണയും ആവർത്തിക്കുകയും അത് LDFന് മേൽ ആക്ഷേപിക്കുകയുമാണവർ. സംസ്ഥാനത്തെ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ പോലും BJPക്ക് അനുകൂലമായ സമീപനങ്ങൾ അവർ സ്വീകരിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ബേപ്പൂരിലും വടകരയിലും നേരിട്ട് നടത്തിയ പരീക്ഷണങ്ങൾ കേരളം മറന്നിട്ടില്ല. രണ്ടിടത്തും പ്രബുദ്ധ ജനത പ്രസ്തുത ശ്രമങ്ങളെ പരാജയപ്പെടുത്തി സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും BJP വിജയത്തിനും വഴിയൊരുക്കിയതും മലയാളി മറക്കാറായിട്ടില്ല. നേമത്ത് ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് വിജയവഴി ഒരുക്കിയതെങ്കിൽ തൃശൂരിൽ വൻതോതിൽ വോട്ട് മറിച്ചാണ് BJP പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയച്ചത്. ഇവിടെ LDF വോട്ടിൽ ഗണ്യമായ വർധനയുണ്ടായപ്പോഴാണ് കോൺഗ്രസ് വോട്ടിന്റെ പിൻബലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ച് ഡൽഹിക്ക് പോയി കേന്ദ്രമന്ത്രിയായത്. കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ മുഖ്യ ശത്രുവെന്ന് BJP പറയുന്നുണ്ടെങ്കിലും കുന്തമുന തിരിച്ചു വച്ചിരിക്കുന്നത് LDFനെതിരെ മാത്രമാണ്. കോൺഗ്രസിനെയും UDFന്റെ നയങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കുകളിലെ മാർദ്ദവവും ഇരുകൂട്ടരും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ആദ്യം UDF പറയുന്നത് പിന്നീട് BJPയും തിരിച്ചും ആവർത്തിക്കുന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തിന് തീരെ അപരിചിതമായ വിദ്വേഷവും വർഗീയതയും BJP വോട്ട് തേടുന്നതിനുള്ള പരസ്യമായ ഉപാധിയാക്കുന്നുമുണ്ട്. ഹിന്ദു മുസ്ലിം എന്നിങ്ങനെ വ്യക്തമായ വർഗീയത പറഞ്ഞാണ് അവർ വോട്ട് തേടുന്നത്. തൃശൂരിലെ BJP നേതാവിന്റെ വർഗീയ പ്രസ്താവന ഉദാഹരണമാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് വർഗീയ പ്രചാരണത്തിനുള്ള കപടവേഷങ്ങൾ അവതരിപ്പിച്ച് മതവൈകാരികത സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ. ശരിയായ മനോനിലയുള്ള ആർക്കും അസംബന്ധ വേഷധാരികളെന്ന് തോന്നുന്ന അഹോരികളെന്ന നഗ്ന മനുഷ്യരെ കെട്ടിയെഴുന്നള്ളിച്ച് പരിഹാസ നാടകം നടത്തുകയാണവർ. വികസിത കേരളം എന്നത് മുദ്രാവാക്യമായി പ്രഖ്യാപിച്ചവരാണ് ഈ വിഡ്ഢിവേഷം കെട്ടുന്നതെന്നത് അവരിലെ പരാജയ ഭീതിയാണ് തുറന്നുകാട്ടുന്നത്. ഇതിനെല്ലാം ഇടയിലാണ് വികസനവും പുരോഗതിയും സാമൂഹ്യക്ഷേമവും പറഞ്ഞ് LDF വോട്ട് തേടുന്നത്. എന്നു മാത്രമല്ല വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും കേന്ദ്രഭരണം നടത്തുന്ന BJPക്കെതിരെ ബദൽ നയങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നത് LDF ആണെന്നും ജനങ്ങൾ നല്ല ബോധ്യമുള്ളതാണ്. ദേശീയ തലത്തിൽ BJPക്കൊപ്പം മൃദ ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയും ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ BJP നയങ്ങൾ തന്നെ പിന്തുടരുകയും ചെയ്യുന്ന കോൺഗ്രസിനെ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഇരുകൂട്ടരും വ്യാജ പ്രചാരണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്.